മലപ്പുറത്തെ കാളികാവിലെ പ്രശ്നമാണിത്. അവിടെ സംഘർഷത്തിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കാളികാവിലാണ് പുലി കടിച്ചുകൊണ്ടുപോയ ഒരു യുവാവിൻ്റെ മൃതദേഹം വരുന്നത്. ഇപ്പോൾ അതിൽ വലിയ പ്രതിഷേധം. ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ ആണ് അവിടെ മരിച്ചത്. വിപിൻ സി വിജയനുകളുമായി ചേരുന്നു. വിപിൻ, നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണോ? അശ്മി, വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാരുള്ളത്. ഇപ്പോൾ DFOയെ ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. അതായത് ഇതിലൊരു തീരുമാനമാകാതെ DFOയോട് ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ DFO ഇവിടെ തന്നെ തുടരുകയാണ്. ഇത് കാളികാവിലെ പാറശ്ശേരി എന്നുള്ള അടയ്ക്കാക്കുണ്ട പാറശ്ശേരി എന്നുള്ള സ്ഥലമാണ്. ഇവിടുത്തെ റബ്ബർ എസ്റ്റേറ്റിന്റെ തൊട്ടുമുകളിലായിട്ടാണ് ഇന്ന് രാവിലെ ഗഫൂർ എന്നുള്ള ഇവിടുത്തെ കല്ലാമൂല സ്വദേശിയെ കടുവ പിടിച്ചത്. കടുവ ആക്രമിച്ച ചില ശരീരഭാഗങ്ങൾ തിന്ന നിലയിലടക്കമാണ്. ഇപ്പോൾ മൃതദേഹം ആ മുകളിൽ നിന്ന് അതിന് ഏകദേശം ഒരു 500 മീറ്റർ താഴത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. മറ്റ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തുടരണമെന്നുണ്ടെങ്കിൽ ഈ കടുവയെ പിടിക്കുന്ന കാര്യത്തിലും ഒപ്പം തന്നെ ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം തന്നെ 2-3 മാസമായി ഇവിടെ കടുവയുടെ ശല്യം, ഭീഷണി അതിശക്തമായി തന്നെ രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഗൗരവമായിട്ടുള്ള ഒരു ഇടപെടൽ അത് വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഈ നാട്ടുകാർ ആരോപിക്കുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ DFO വധിക്കുകയും DFOയെ തടയുകയും പോലീസും നാട്ടുകാരും തമ്മിൽ പരസ്പരം ഒരു ഉന്തും തള്ളിലേക്കും അടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് ഒരാവശ്യം. മറ്റൊന്നുള്ളത് ഇപ്പോൾ ഇതാ മൃതദേഹം ഈ കടുവയെ കൊല്ലണം എന്നുള്ളതാണ്. അപ്പോൾ മയക്കുവെടി വയ്ക്കാനാണ് ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിക്കും. മയക്കുവെടി വയ്ക്കുന്നതിന് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കാളികാവിലേക്ക് പുറപ്പെട്ടു. ഈ കടുവയെ പിടിച്ച് ഇതിനു മുൻപ് പരിചയമുള്ള സംഘങ്ങൾ വയനാട്ടിൽ നിന്ന് കാളികാവിലേക്ക് വരികയാണ്. ഒപ്പം വനം വകുപ്പിന്റെ CCF ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന് മുന്നോടിയായി ഇപ്പോൾ DFO വരികയും ഇവിടുത്തെ നാട്ടുകാർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ ഇവരുടെ പ്രതിഷേധം തണുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്നും ഒരു 1 കിലോമീറ്റർ മുകളിലായിട്ടായിരുന്നു, അവിടുത്തെ വാഴത്തോട്ടത്തിലായിരുന്നു ഗഫൂറിന്റെ മൃതദേഹം കണ്ടത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഗഫൂറും സാജറും ഇവിടെ ടാപ്പിങ്ങിന് വേണ്ടി വന്നതായിരുന്നു. ആ ടാപ്പിങ്ങിന് വന്ന സമയത്താണ് കൂട്ടത്തിലുള്ള ഗഫൂറിനെ കടുവ പുറകിലൂടെ വന്ന് കടിക്കുകയും വലിച്ചിഴച്ച് കൊണ്ടുപോയി കൊലപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ അതേ തുടർന്ന് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് ഇപ്പോഴും തുടരുകയാണ്. പിന്നെ അവിടെ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരമാണ്. നേരത്തെ നമ്മുടെ പ്രതികരണത്തിൽ പറഞ്ഞിരുന്നു. അവിടെ ഈ പശുവിനെയും കോഴിയെയും ഒക്കെ കടിക്കുകയും കൊല്ലുകയും ആടിനെയും കടിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന സംഭവം നേരത്തെ ഉണ്ടായിരുന്നു. മാത്രമല്ല കൂട് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രക്ഷോഭം നേരത്തെ നടന്നിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരു ജീവൻ്റെ വില വേണ്ടി വന്നു ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വരാൻ എന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധമെങ്കിൽ അത് സ്വാഭാവികമാണ്. വിപിൻ, അതെ, ഇതിനു മുൻപ് ഈ പ്രദേശത്ത് ഒരു ആടിനെ കടുവ കൊണ്ടുപോയിരുന്നു. ആടിനെ അല്ലേ 8 ആടുകളെ കൊണ്ടുപോയി. അതിന് 2-3 പരാതികൾ അവിടെ കൊടുത്തതാണ്, എല്ലാം കൊടുത്തതാണ്. ഇപ്പം ഞാൻ നടക്കുന്ന ഞങ്ങൾ ആവശ്യം എന്ന് പറയുന്നത് കാര്യമായ നഷ്ടപരിഹാരം കിട്ടും വേണം, ജോലി കിട്ടും വേണം, എന്നാലും ഞങ്ങൾ ബോഡി കൊടുക്കുള്ളൂ. അതിന് എന്ത് പ്രശ്നം പാടില്ല, ഇനി ഇവിടെ എന്തൊരു പ്രശ്നമെങ്കിലും ഉണ്ടായാലും പാടില്ല. ഞങ്ങൾ തീരുമാനം അതാണ്. അത് ഉറപ്പാണ്. ഞങ്ങൾക്ക് എഴുതി കിട്ടാതെ ഉറപ്പ് കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് വിട്ടുകൊടുക്കില്ല. അത് ഞങ്ങൾ തീരുമാനം. അല്ലെങ്കിൽ എന്തിലാചാരത്തിന് ഉണ്ടായാലും പാടില്ല. അതാണ് അത്രത്തോളം നാട്ടുകാർ ഈ പ്രദേശത്ത് കൂടിയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരെന്നാണോ? പാർട്ടി പ്രവർത്തകരാണ്. നാട്ടുകാർ മൊത്തം പ്രതിഷേധത്തിലാണ്. പക്ഷെ ഞാൻ അവിവേകത്തിൽ അനുഭവപ്പെടുന്നില്ല. മൃതദേഹം കൊണ്ടുവന്ന് അത് ഈ ആംബുലൻസിലേക്ക് മാറ്റുന്നതാണ് ഈ കാണുന്നത്. ഒപ്പം തന്നെ വലിയ ഒരു വനംവകുപ്പിന്റെയും പോലീസിന്റെയും സന്നാഹം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നാട്ടുകാർ ഒരു കാരണവശാലും ഇവിടെ നിന്ന് ഇതിനൊരു തീരുമാനമുണ്ടാകണം എന്നുള്ള ആവശ്യമാണ്. അവർക്ക് ഈ കടുവ ശല്യത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം അവരുടെ ഭാഗത്ത് നിന്ന് ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. വലിയ സംഘർഷാവസ്ഥ ഈ കാളികാവ് പ്രദേശത്ത് പാറശ്ശേരിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അശ്മി.
ഒരു പാവ മനുഷ്യനാണ്, ഒരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. കാളികാവിൽ കടുവ സ്വന്തം മൃതദേഹം ഭക്ഷ്യ നിലയിൽ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയ ആഘാതം ആ മേഖലയിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നേരത്തെ സമാനമായ രീതിയിൽ ഇവിടെ ഈ പറയുന്ന കടുവ ഈ പുലിശല്യമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നതാണ്. പുലി ഇറങ്ങി അവരുടെ നേരത്തെ പറഞ്ഞതുപോലെ 10-ലധികം ആടുകളെ പിടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ അതിൽ പരാതി കൊടുത്തിരുന്നു. ഈ പറയുന്ന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പ്രതികരണം, ഈ പറയുന്ന കൂടുകൾ സ്ഥാപിക്കണമെന്ന് എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെയും അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. ഒന്നും ആരും കേട്ടില്ല. അതിനുശേഷം ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ പുലി കടിച്ചു കൊല്ലുന്ന സാഹചര്യം വേണ്ടി വന്നു. ഇതിലൊക്കെ ശ്രദ്ധ ഉണ്ടാവും. പക്ഷേ ഇനി അതൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇനി പുലിയെ കണ്ടെത്തി പിടികൂടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് എന്താണ് അതിലേക്ക് നടപടി ഉണ്ടാവുക. നാട്ടുകാരുടെ അപ്പോൾ പ്രതിഷേധം അവിടെ ഒരു മനുഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ മൃതദേഹം കാണുന്ന വൈകാരികത അതിലുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇക്കാലം അത്രയും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന പ്രതിഷേധമുണ്ട്. അതാണിപ്പോൾ DFO തടഞ്ഞുള്ള പ്രതിഷേധമായി അവിടെ നിൽക്കുന്നത്. എന്തായാലും അനുമതി കിട്ടിയാൽ ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്നാണ് സൗത്ത് DFO ധനിക്കലാൽ പറയുന്നത്. വന്യജീവി ആക്രമണം നടന്ന ഈ കാളികാവിലേക്ക് ചീഫ് വെറ്റിനറി സർജൻ അരുൺ സക്കറുടെ നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെടുകയും ചെയ്തു. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളും എത്തും. എന്തായാലും പെട്ടെന്ന് തന്നെ ഈ കടുവയെ കണ്ടെത്തി പിടികൂടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രയോറിറ്റി. കടുവയെ കണ്ടെത്തി മയക്കുവെടി വെക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാളികാവിൽ നിന്നുള്ള പ്രതിഷേധ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.